ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ലിയാഖത്ത് അലി അല്ലേ? അതെ. ആ, യൂട്യൂബില് കണ്ടുക്കണു, അതോട്ട് വിളിച്ചങ്ങനെ. അത് ശരി. ആ പറയൂ. ആ സുഖാണ്, അൽഹംദുലില്ലാ. പറയൂ പറയൂ. എവിടെ സ്ഥലം? ഞാൻ മണ്ണാർക്കാടാ. ആ, നമ്മുടെ അടുത്താണല്ലോ. നിങ്ങളെവിടെ? ഇവിടെ പുലാമന്തോള് പറയും. അത് ശരി. കൊപ്പം. കൊപ്പം പുലാമന്തോള്. ശരി, ആ ആയിക്കോട്ടെ. വേറെന്താ, വെറുതെ വിളിച്ചതാ? ആ വെറുതെ ഇങ്ങനെ എന്താണ് ഓരോ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയണം കേൾക്കണമൊക്കെ കണ്ടു. അല്ല, നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാ ചോദിക്കുള്ളത്? ചോദിക്ക്. എനിക്ക് ചോദിക്കണ്ട പറയണ്ടെന്ന് പറഞ്ഞാല്, ഇതിപ്പോ ഇവിടെ ഇപ്പൊ എന്തും പറയാ, എന്തും ചെയ്യാ. ഇവിടെ ഇപ്പൊ ആർക്കും ലൈസൻസ് ഒന്നും വേണ്ടല്ലോ എന്തും പറയാനും. ഇവിടെ എന്നുള്ളതാണ് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഇവിടെ ലൈസൻസ് ഒന്നും വേണ്ടല്ലോ എന്തും പറയാലോ ആർക്കും. ഇവിടെ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശം ചോദിച്ചാ? ഇപ്പൊ നമ്മളെ ഈ നാട്ടില്, ഈ ലോകത്ത്, ഇന്ത്യയിൽ ഈ ലോകത്ത് ഇവിടെ പോയി കഴിഞ്ഞാ പിന്നെ നമ്മക്കുള്ള ഒന്നും നടക്കൂലേ. അല്ല, ചെറിയൊരു പോയിന്റ് കോർട്ടിക്ക് ചെന്നാല് അവിടെ നമ്മളെ അഭിപ്രായം ചോദിക്കണേന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ചോദ്യത്തിന്റെ അപ്പുറം ഒരു വാക്ക് പറയാൻ പാടില്ല. അപ്പൊ അതേമാതിരിക്ക് ഇങ്ങനെ ചോദിക്കാൻ സ്ഥലത്ത് നമ്മള് ശല്യമുണ്ട്. അപ്പൊ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു കൊടുത്താൽ മതി. നമ്മക്ക് കുറെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാനൊന്നും എല്ലായിടത്തും പറ്റൂലേ. യൂട്യൂബ് കൂടെ പറയാം. എവിടേക്കാ നമ്മള് ചെല്ലാൻ പോണത്? നമ്മളിപ്പോ പോവാൻ എവിടുന്നാ വന്നത്? അതാ ചോദിക്കണേ. എവിടുന്നാ വന്നത്, എവിടേക്കാ പോണത്? ഈ മരണം എന്ന് പറയണത് മനുഷ്യന് നമ്മളിവിടെ ജീവിക്കുമ്പോ മനുഷ്യന്റെ മുന്നിലുള്ള ഒരു അസന്നിഗ്ധാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വമാണ് ഈ മരണം എന്ന് പറയുന്നത്. എല്ലാ കാലത്തും മനുഷ്യര് മരണത്തെ ഭയപ്പെട്ടിട്ടുണ്ട്. ആ മരണത്തെ ഒരു ഭയമാക്കി അതിനെ ചൂഷണ വസ്തുവാക്കി മാറ്റിയിട്ടുണ്ടാക്കിയെടുത്ത കുറെ കെട്ടുകഥകളിലാണ് നിങ്ങൾ ഈ സങ്കല്പ ലോകം പറയണത്. മരണത്തെ ഭയപ്പെടുകയും മരണത്തെ അതിജയിക്കാനുള്ള, അല്ലെങ്കിൽ മരണത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള മനുഷ്യന്റെ ത്വരയാണ് പരലോക ജീവിതം എന്ന സങ്കല്പത്തിന് പിന്നിലുള്ള പ്രചോദനം. അതിനെ പിന്നീട് പല രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാരും വളരെ ഭംഗിയായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഇതിനൊന്നും തെളിവില്ല. കെട്ടുകഥകളാണ്. അപ്പൊ നമ്മള് ഈ കഥകൾ പറഞ്ഞു തന്നതിന് ഇത് വസ്തുതയാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി. അല്ലേ, ഈ പിന്നെ ദീന് എന്ന് പറഞ്ഞാല് കഥയാണ്, അല്ല സങ്കല്പമാണ്. ഇത് ഖുർആന് പറഞ്ഞാല് അള്ളാന്റെ കലാമാണ്. അതൊരു കഥയാണ്. അത് വെറുതെ ഒരു പറച്ചിൽ മാത്രമാണ്. അത് ദൈവത്തിൽ നിന്ന് അല്ല, കഥ ആക്കണവർക്ക് കഥ ആക്കാം. അല്ല, അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഖുർആൻ എന്ന് ബോധ്യപ്പെടുന്ന ഒരാളും അതിനെ നിഷേധിക്കൂലല്ലോ. ദൈവത്തിൽ നിന്നുള്ളതാണ്. പിന്നെ കഥ എന്ന് പറയാൻ പറ്റൂല. അല്ല, അത് കഥയാണ്. എന്റെ ബോധ്യമാണ് ഞാൻ പറയാം. എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ബോധ്യമുള്ള കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഖുർആന് 30 ദിവസം ഒരു ഹാഫിളാക്കി കഴിഞ്ഞാൽ അവന് ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഖുർആനിലും ഉണ്ട്. ഇവിടെ നടക്കാൻ പോണോ, വരാൻ പോണോ, എന്തൊക്കെയല്ലോ. നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല, പരിശോധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങളത് പറയാ? ഇതാണ് മതം മനുഷ്യനിൽ ചെലുത്ത സ്വാധീനം. നോക്കൂ, നിങ്ങളൊരു കാര്യത്തെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് പറയാണ്. നിങ്ങൾ അതിനെ കുറിച്ച് പരിശോധിച്ചിട്ടില്ല, നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ അത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് വിശ്വസിക്കലാണ്? അതെ, ഗൈബിൽ വിശ്വസിക്കാനുള്ളതാണ്. ഗൈബ് വിശദീകരിക്കുന്ന ആരാണ്? ഇതുകൊണ്ടാണ് ഗൈബിനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സങ്കല്പ കഥ എന്ന് പറഞ്ഞത്. ഇതാണ് സങ്കല്പം എന്ന് പറഞ്ഞത്. ഗൈബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, മറഞ്ഞ കാര്യം, നമുക്ക് അനുഭവപ്പെടാത്ത കാര്യം. വെറുതെ പറയണല്ല, ഇതൊക്കെ നമുക്ക് അള്ളാഹും റസൂലും പറഞ്ഞു തന്നതാണ്. അള്ളാഹുവും റസൂലും തമ്മിലുള്ള ബന്ധം തന്നെ കെട്ടുകഥയാണ്.
അത് പറയാൻ പറ്റൂല. എന്താ തെളിവ്? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു തെളിവ് പറഞ്ഞു. നിങ്ങളിപ്പോ ഷഹാദത്തേലിനൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി ചൊല്ലി മുസ്ലിമായി നിൽക്കുന്ന ഒരാളാണ്. തെളിവ് ഇപ്പൊ ഒരു ചെറിയൊരു പോയിന്റ്. നിങ്ങളെ തെളിവൊന്നും പറയാം. നിങ്ങൾ എന്താ തെളിവ്? നിങ്ങളിപ്പോ ഇവിടെ വന്ന എന്താ തെളിവ്? മനസ്സിലായില്ല. നമ്മളൊരു കാര്യത്തിന് ഒരു അവകാശവാദം ഉന്നയിക്കുന്ന സമയത്ത് എങ്ങനെ സ്വയത്തെ തെളിവ് പറയണം. ഞാൻ എന്താണെന്നുള്ള തെളിവ് പറയണം. ഞാൻ നിങ്ങളോട് സംസാരിക്കണു, അതാണ് ഞാന്. എന്റെ പിന്നിലുള്ള ഒരാൾ ആരാണെന്ന് നിങ്ങളോട് ഞാൻ ഒരു അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് തരണം. നിങ്ങൾക്ക് സ്വയം സംസാരിക്കാൻ കഴിയൂല എന്ന് നിങ്ങൾ പറയല്ലേ? നിങ്ങൾ പറയണമെന്നല്ല, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്നെ സംസാരിക്കാൻ കഴിവ് തന്ന ആളാരാണ്? അതിന് തെളിവ് പറയും. അത് അല്ലാഹു എന്നാണ്. എന്ന് തെളിവ് വരൂ. നിങ്ങൾ സൃഷ്ടിച്ചത് ആരാണ്? ഒരു തെളിവില്ലാത്ത വാദമാണ്. അതായത് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോ നമ്മൾ പറയുമ്പോൾ നോക്കൂ, ഈ അള്ളാഹുവിന്റെ കഥ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന പറയും. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്നോട് ആരും പറഞ്ഞു. എന്നോട് പറഞ്ഞത് പഠിപ്പിച്ചത് മതമാണ്. അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതാണ് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചതേ പ്രശ്നമായത്. പഠിച്ചാണ് ശൈത്താൻ എന്തേ പറ്റിയത്? മലക്കുള്ള ഉസ്താദാണ് പഠിച്ചതാ പറ്റിയത്. അവിടെ നിൽക്കട്ടെ, നിങ്ങളിത് പറയും. നിങ്ങളൊരു വളരെ അസന്നിഗ്ധമായിട്ടുള്ള നിങ്ങള് പിന്നെ വളരെ അസന്നിഗ്ധമായിട്ട് ഷഹാദത്തുൽ ചൊല്ലിയ ഒരാളല്ലേ? മീൻസ് അസന്നിഗ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ലാതെ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. വാക്ക് തെറ്റിപ്പോയതാണ്. അപ്പൊ നിങ്ങള് വളരെ ഉറച്ച വിശ്വാസത്തിൽ, ദൃഢവിശ്വാസത്തിൽ ഷഹാദത്ത് കലിമ എന്ന സാക്ഷ്യം പറഞ്ഞ ആളല്ലേ? അതിലൊരു ഭാഗമാണല്ലോ മുഹമ്മദ് റസൂലുള്ള. അള്ളാഹു എന്ന് പറഞ്ഞ ഒരു ദൈവം ഉണ്ട് നമുക്ക് സങ്കല്പിക്കാം. വെറുതെ അല്ല, ഞാൻ ഈ ഒരു വാദത്തിന് വേണ്ടി സങ്കല്പിക്കാൻ. ഞാൻ നിങ്ങളെ സങ്കല്പത്തിന് അംഗീകരിക്കുന്ന തെളിവാണ് അള്ളാഹ്. അതല്ലല്ലോ അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഉണ്ട് എന്നുള്ള നിങ്ങളുണ്ട് എന്നതും നിങ്ങൾ നാളെ മരിക്കും എന്നതാണ് അള്ളാഹ് തെളിവ്. ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു ഉണ്ടാവോട്ടാണ് ഞാൻ ഇവിടെ ഈ ദുനിയാവിൽ വന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? തെളിയിച്ചാലേ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. ഞാൻ ചോദിക്കുന്നത് ഈ വാദം നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് ഇസ്ലാം എന്ന് പറയുന്ന മതല്ലേ? ഇതേ തെളിവിനും വാദിക്കാനും പോയാല് ഇതൊന്നും കിട്ടൂല. അത് ശരി. പിന്നെ അതിന് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയി നമുക്ക് യൂട്യൂബിന് പൈസ വാങ്ങാം. എന്നിട്ട് അങ്ങനെ തിന്നിട്ട് അങ്ങനെ തൂറി അങ്ങനെ നടക്കാം. അല്ലെങ്കിലോ മൗലൂദിന് പോയിട്ടും പിന്നെ തോർന്നിട്ടാണെങ്കിലും പൈസ വാങ്ങി തിന്ന് അപ്പിട്ടൂടെ? അത് ആര് വാങ്ങണില്ല, അവർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരാൾ പൈസ വന്ന നിങ്ങൾ വാങ്ങിക്കോളെ, എന്താ കുഴപ്പമില്ല. പിന്നെ ആര് പിടിച്ചു വാങ്ങണമെന്നില്ലല്ലോ. ഞാൻ ആരെങ്കിലും ഒരാൾക്കൊരു അധികം കൊടുക്കുകയാണ്, ഒരാൾക്കൊരു അധികം കൊടുക്കുകയാണ്. ആയിക്കോട്ടെ, അങ്ങനെ തിന്നാലും രാവിലെ അപ്പിടും ഞാൻ പറഞ്ഞു. ആകെ ദുനിയാവില് വന്നിക്കണത് ഭക്ഷണത്തിന് വേണ്ടിയില്ല. ഭക്ഷണം ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും വേണ്ട. ആരാ പറഞ്ഞ ഭക്ഷണം വായും നിങ്ങൾ എവിടേക്കോ പോയി. നിങ്ങൾ പ്രവാചകന്റെ തെളിവ് തരും. മുഹമ്മദ് നബി അള്ളാന്റെ ദൈവത്തിന്റെ ദൂതനാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട തെളിവ് പറഞ്ഞു. ആർക്ക് നിങ്ങളെ തെളിവ് അവിടുന്നാണല്ലോ തുടങ്ങുന്നത്. ഞാൻ നിങ്ങളോട് അങ്ങനെ അവകാശവാദം വെച്ചിട്ടില്ലല്ലോ. നിങ്ങളില്ലേ പോലും ഉണ്ടാവില്ല. അല്ല ആയിക്കോട്ടെ, മുഹമ്മദ് നബി ഉണ്ട് എന്ന് നമ്മൾ തെളിവുണ്ട്. നിങ്ങളുണ്ട് തെളിവുണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ള തെളിവുണ്ട്. നമ്മൾ മൂന്ന് മനുഷ്യന്മാരുടെ ഇടയിൽ മുഹമ്മദ് നബി ദൈവം പറഞ്ഞയച്ച ഒരു മനുഷ്യനാണെന്ന് മുഹമ്മദ് നബി അവകാശപ്പെട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു തെളിവ് പറഞ്ഞു. അത് ഈ ബോധ്യപ്പെട്ടതിനാണ് ഞാൻ പറഞ്ഞത് അള്ളാന്റെ നൂറാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. ബോധ്യപ്പെട്ട തെളിവ് ആ നൂറിന്റെ ഉടമകളാണ് ഞാനും നിങ്ങളൊക്കെ. ആ എന്ന് മുഹമ്മദ് നബി പറഞ്ഞത് നുണയല്ല എന്നതിന് നിങ്ങൾ തെളിവ് തരും. അത് നിങ്ങൾക്ക് ഞാൻ ഇതിനൊക്കെ തെളിവ് ചോദിച്ചാലേ പിന്നെ ഒരാൾ വന്നിട്ട് പറയാണ്, ഇപ്പൊ വേറൊരാൾ വന്നിട്ട് പറയാണ് ഞാൻ ദൈവം പറഞ്ഞയച്ച പ്രവാചകനാണ്, അതിന് തെളിവ് വേണ്ടേ? ഞാനും നിങ്ങളും പോലെ ഒരു മനുഷ്യൻ, ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യൻ, അതിലത്തെ ഒരാൾ പറയാണ്, നമ്മൾ മൂന്നിൽ ഒരാൾ പറയാണ് എന്നെ ദൈവം പറഞ്ഞയച്ചതാണ്. ആയിക്കോട്ടെ, വന്ന ആൾക്ക് തെളിവ് വേണ്ടേ? അതിന് തെളിവ് വേണ്ട, വരൂലെന്ന് പറഞ്ഞിരിക്കണു. ഇനി വന്നവർ കള്ളന്മാർ. ഇനി വരുന്നവരുടെ കാര്യമല്ല ഞാൻ ചോദിച്ചേ. ഇപ്പൊ വന്ന ഒരാളുണ്ടല്ലോ, ഇനി വരൂലെന്ന് പറയാൻ വന്ന മുഹമ്മദ് നബി ഉണ്ടല്ലോ, അയാള് മുഹമ്മദ് നബി ദൈവം പറഞ്ഞ ആളാണെന്നുള്ളതിന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട തെളിവ് പറയാൻ പറ്റൂല. അയാള് ഇയാളെന്ന് വാക്ക് അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ പറയും ആ വ്യക്തി അദ്ദേഹം പ്രവാചകനാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട തെളിവ് പറഞ്ഞേരി. നിങ്ങൾ ചരിത്രങ്ങൾ പഠിച്ച ആളാണ്. സഹാബാക്കളുടെ ചരിത്രങ്ങൾ കണ്ടില്ല, ഓരൊക്കെ എത്ര താഴ്മയുടെ കൂടെ റസൂലിന്റെ. ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഇനി അയാൾ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മൂന്ന് പേരിൽ ഒരാൾ എന്നാണ് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സ് വിഷമിച്ചിക്കണേ സോറി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാന്റെ റസൂലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു തെളിവ് എനിക്ക് പറഞ്ഞു. അതോട്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാന്റെ റസൂലാണെന്ന് അള്ള പറഞ്ഞതാണ്. അള്ള പറഞ്ഞു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് അള്ള പറഞ്ഞത് നമ്മളെ വേദക്കൂടെ നമ്മളെ ഖുർആനിൽ കൂടെ അള്ള പറഞ്ഞു എന്ന് ആരാ പറഞ്ഞത്? അള്ള പറഞ്ഞതെന്ന് ഖുർആനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പറഞ്ഞ തെളിവ് തന്നെ അതന്നെ തെളിവേ. എന്ത് ഒരാള് വന്നിട്ട് ഞങ്ങൾക്ക് തെളിവ് കയ്യിൽ കൂടെ ഇങ്ങനെ കാണിച്ചിട്ട് ഇതൊക്കെ തെളിവ് ഇങ്ങനെ കാണിച്ചു. അത് നിരീശ്വരവാദാണ്. നിരീശ്വരവാദാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നിരീശ്വരവാദാണ്. നിങ്ങൾക്ക് തെളിവില്ല. ഇത് അന്ധമായി വിശ്വസിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കഥയിൽ മരണം എന്ന ഒരു മരണത്തെ കുറിച്ചുള്ള ഭയത്തെ മുൻനിർത്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കെട്ടുകഥകൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു. അതാണ് ഇസ്ലാം. മരണം എന്ന് പറഞ്ഞാൽ സന്തോഷാണ്, ഭയപ്പാടല്ല. നമ്മള് കല്യാണത്തിന് ഒരു കുട്ടിന് ഞാൻ പറയണു മരണം എന്ന് പറഞ്ഞാൽ ഹബീബിലേക്ക് ശരി അള്ളാഹിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ സന്തോഷിച്ചിട്ടാ പോവുക, പേടിച്ചിട്ടല്ല പോവുക. ആരെങ്ങൾക്ക് പേടി പറഞ്ഞെന്ന്? മരണത്തെ കുറിച്ച് ഓർക്കണമെന്നും ഭയപ്പെടണമെന്നും അള്ളാഹിനെ കുറിച്ച് ഓർക്കണമെന്നും ഭയപ്പെടണമെന്നും ഇല്ല. അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. പല ഒരു ഭയപ്പാടല്ല, ഒരു ഭയപ്പാടം ഇങ്ങനെ പറഞ്ഞു കൊടുത്തില്ല. സ്നേഹിക്കണം, മരണം ആഗ്രഹിക്കാൻ പാടുണ്ടോ? ആഗ്രഹിക്കാലോ, എന്താ കുഴപ്പമുള്ളത്? മതപരമായിട്ട് മരണം ആഗ്രഹിക്കാനും മരണം പ്രാർത്ഥിക്കാനും പാടുണ്ടോ? പ്രാർത്ഥിക്കണമെങ്കിൽ അതിനനുസരിച്ച് അത് ഓരോരുത്തരുടെ അവസ്ഥയാണ്. ഞാൻ ചോദിക്കാൻ മരണം ആഗ്രഹിക്കാൻ പാടുണ്ടോ? മരണ ഭയത്തിൽ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചത് എന്തിനാ? ഇവിടെ ഇപ്പൊ എന്തും പറയാ, നാളെ വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വിളിച്ചല്ലേ? എന്തും പറയാം. അത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വിളിച്ചല്ലേ? പേടിപ്പിക്കണ ആവശ്യം അങ്ങനെ വിഷയമല്ല, നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചു. നിങ്ങളെ നയിക്കുന്ന ആ ഭയം അത് എനിക്ക് പകർന്നു തരാൻ വേണ്ടി ശ്രമിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് ഒരു ഭയമില്ല. ഭയം എന്ന് പറഞ്ഞ സംഭവം എനിക്കില്ല. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നു. അള്ളാനെ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഭയമില്ല. എനിക്കും അങ്ങനെ അള്ളാന്റെ അടുത്ത് എത്തുന്ന ഒരു പേടി തന്നെയല്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പൊ പിന്നെന്താ പ്രശ്നം? പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. അപ്പൊ എന്നാ അങ്ങനെ ആവട്ടെ. ഓക്കെ, ശരി. ശരി. അസ്സലാമു അലൈക്കും.